ബെയിലി പാലത്തിൽ നിന്നിപ്പോൾ ആസിഫ് മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആസിഫ്, രാവിലെ വളരെ പുലർച്ചെ ഇന്നലെയും ഇന്നുമായിട്ട് റിപ്പോർട്ടിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. ഈ സൈന്യത്തോടൊപ്പം തന്നെ അവർ യൂണിഫോം ഇട്ട് കയറുന്നിടത്തെല്ലാം കഠിനമായ സ്ഥലങ്ങളിലേക്കെല്ലാം ആസിഫിൻ്റെ ക്യാമറാമാൻ അരുൺ കൂടെ പോയിരുന്നു. ഇപ്പോൾ അവർ പണി തീർത്ത് നൽകിയ ബെയിലി പാലത്തിന് മുകളിലാണുള്ളത്. ഏത് നിലക്കാണ് ഇനി അങ്ങോട്ടുള്ള ദുരന്ത അതിജീവന പ്രവർത്തനങ്ങളെ ഈ പാലം സഹായിക്കുക? തീർച്ചയായും നമുക്ക് ഈ ഒരു പാലം നമുക്ക് ഏറ്റവും നിർണായകമാണ്. കാരണം നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ വരെ പുറത്തുനിന്ന ഒരു വാഹനം അങ്ങോട്ട്, അതായത് JCB നമ്മൾക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് പുഴയിൽ കൂടി അങ്ങോട്ട് കടത്താൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റ് എന്തെങ്കിലും വാഹനം നമുക്ക് അങ്ങോട്ട് ഈ ഒരു വഴി കടത്താൻ കഴിയില്ലായിരുന്നു. കാരണം ഇനി നാളെ മുതൽ വാഹനങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയും നമുക്ക് ഈ മരം മുറിച്ച് മാറ്റി അടക്കമുള്ള രക്ഷാപ്രവർത്തനം ഇനി നടക്കേണ്ടതുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. കാരണം പലയിടങ്ങളിലും മരം വന്ന് ചുറ്റി പിരിഞ്ഞ് കിടക്കുകയാണ്. ആ മരങ്ങൾ മുറിച്ചു മാറ്റി മാത്രമാണ് നമുക്കിനി നമുക്ക് അവിടെ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുക. അല്ലാതെയുള്ള എല്ലാ തിരച്ചിലിൻ്റെയും പരിധി കഴിഞ്ഞിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് പോലും പലയിടങ്ങളിലും പരിശോധന പുരോഗമിക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും ഉണ്ട് ഈ ഒരു ദുരന്തം കുത്തിയൊലിച്ചു വന്ന പ്രദേശങ്ങളിൽ. അവിടെയെല്ലാം നമുക്ക് ഇനി നടന്നു ചെന്ന് പോലും ഈ മരങ്ങളോ മറ്റോ മുറിച്ചു മാറ്റി അത് വലിച്ചു മാറ്റിയുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്താൻ കഴിയുക. അതിന് സ്വാഭാവികമായും കൂടുതൽ യന്ത്രങ്ങളടക്കം എത്തിക്കാൻ ഈ ഒരു പാലം നമുക്ക് വളരെ ഗുണകരമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നാളെ മുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്താൻ നമുക്ക് ഈ ഒരു പാലം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടാൻ കഴിയുക. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇന്നത്തെ നമ്മളുടെ രക്ഷാപ്രവർത്തനങ്ങൾ, അതിൻ്റെ തിരച്ചിലടക്കമുള്ള എല്ലാ നടപടികളും നമ്മൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വിവരങ്ങൾക്ക് ആസിഫ് മുഹമ്മദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബെയിലി പാലം നിർമ്മിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ.